എങ്ങനെയുണ്ട് ചെപ്പോ? നെഞ്ചിന്റെ വേദനയൊക്കെ മാറിയില്ലേ? ഇപ്പോ യാതൊരു അസ്വസ്ഥതയില്ലല്ലോ? ഒന്നുമില്ല മോളെ. ഇപ്പോ ദൈവാധീനം എന്ന് പറഞ്ഞാ മതിയല്ലോ. നീ എന്ന് തക്ക സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ആ രാത്രി വിചാരിച്ചതേ എന്നെ ജീവനോട് കിട്ടില്ലെന്ന് തന്നെ. എന്റെ സമയം തീർന്നു എന്ന് തന്നെ ഞാൻ വിചാരിച്ചതാ. പക്ഷേ അതിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തി എടുത്തില്ലേ? പക്ഷേ ഡോക്ടർ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണം. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. പറഞ്ഞ സമയത്ത് തന്നെ സമയം തെറ്റാതെ ഭക്ഷണം കഴിക്കണം. ഉറക്കം പറഞ്ഞിരിക്കുന്ന സമയം അത്രയും കൃത്യമായിട്ട് കിടന്നുറങ്ങണം. ഡോക്ടർ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ അസുഖം എങ്ങോട്ട് പോയെന്നോർത്ത് നമ്മൾ തന്നെ അത്ഭുതപ്പെടും. ഭക്ഷണമൊക്കെ കൃത്യമായി എടുത്തു കൊടുത്തിട്ട് സത്യാമ്മ പുറത്തേക്ക് പോകാറുള്ളൂ. മരുന്നുണ്ടെങ്കിൽ നിർബന്ധിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് അച്ഛന്റെ കയ്യിലിരിക്കട്ടെ. എന്തെങ്കിലും ആവശ്യമെന്ന് എടുക്കാലോ. സത്യം അറിയൊന്നും വേണ്ട. പിള്ളച്ചേട്ടൻ ഇതൊന്നും പറയേയില്ല അല്ലെ? പിന്നെ മോള് സമയം കിട്ടുമ്പോഴൊക്കെ വരണം. മോള് വരുന്നതും മോളോട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ വലിയൊരാശ്വാസമാ. ഒറ്റയ്ക്കുള്ളിൽ കുത്തിയിരിപ്പല്ലേ മോളെ, മടുക്കും. ഞാൻ വരാം അച്ഛാ, ഇടയ്ക്കിടയ്ക്ക് വരാം. എന്നാ ഞാനിപ്പോ പോട്ടെ. നീ കൂടുതൽ സമയം ഇരുന്ന് സത്യാമ്മയ്ക്ക് മുഷില് തോന്നണ്ട. പിന്നെ ടെൻഷനൊന്നും അടിക്കരുത് കേട്ടോ. എന്തുണ്ടെങ്കിലും എവിടേക്ക് പോകണമെന്നുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ വന്നോളാം. ഞാൻ വിളിച്ചോളാം മോളെ. അച്ഛൻ കിടന്നു, ഞാൻ പൊയ്ക്കോളാം. അല്ല മോളെ, വന്നിട്ടൊരു ചായ പോലും കുടിക്കാ പോവാന്ന് പറയുമ്പോ ഡബിളെ വേണ്ട, അതൊന്നും സാരമില്ല അച്ഛാ. ഇനി വരുമ്പോഴും അതൊക്കെ ആവാലോ. ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് പലരോടും നടത്തിയിട്ടാ ഈ വീട് ലേലത്തിൽ പിടിച്ചതും ഇവിടെ ബിസിനസ് നടത്താൻ നമ്മൾ പ്ലാൻ ചെയ്തതും. അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആവുമെന്നാ. ആ ജോൺ അബ്രഹാം കൊടുത്ത കാശിന് നന്ദി കാണിക്കാനായി മുൻകൂട്ടി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണറിന്റെ അധികാര പരിധിക്ക് മുകളിൽ നിന്നുള്ള കളിക്ക് ചിറ്റപ്പനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചിറ്റപ്പന്റെ ഡിപ്പാർട്ട്മെന്റിൽ ചിറ്റപ്പനോട് കൂറുള്ളവർ കുറഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഇങ്ങനൊരു നീക്കം ചിറ്റപ്പൻ അറിയേണ്ടതല്ലേ? അല്ലെങ്കിൽ ചിറ്റപ്പനെ മൊത്തത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ടായിരിക്കും ശാലിനി കാര്യങ്ങൾ തീരുമാനിച്ചത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ശാലിനി ആ കസേരയിൽ ഇരുന്ന ഇവിടെ ഒരു പണിയും നടക്കില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. സുസ്മിത പറഞ്ഞത് കറക്റ്റാ. അവൾ പണിയാൻ തന്നെയാ വന്നിരിക്കുന്നത്. കത്തിക്ക് പൂളിയത് നമ്മളാണെന്നൊക്കെ അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ ചാടി അവൾക്കെതിരെ ഒന്നും ചെയ്യാനും പറ്റില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയല്ലേ അവള്. പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അതുകൊണ്ട് ഒരു അറ്റാക്ക് അവൾക്ക് നേരെ ഉടനെ എടുക്കാൻ പറ്റില്ല. പെട്ടാ പെട്ടതാ. ഇവിടെ പഴയ ഒരു ഹിറ്റ് പടത്തിലെ ഡയലോഗ് ഓർമ്മ വരുന്നതേ, കൈ പോയാൽ തലയ്ക്ക് വേദനിക്കും. അതുകൊണ്ട് ആ കൈ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കുന്നു. അപ്പൊ തലയ്ക്ക് വേദനിക്കണമെങ്കിൽ കൈ വെട്ടിയാ മതിയല്ലോ. അതിനെന്താ മാർഗമെന്ന് ആലോചിക്കേ. ചിറ്റപ്പൻ എന്താ ഉദ്ദേശിക്കുന്നത്? ശാലിനിയുടെ കസേരയില് ഒരു ഇളക്കം വരണം. അതിന് സത്യസന്ധമായും കൃത്യനിഷ്ഠയോടുകൂടി ജോലി നോക്കുന്ന ഒരു ജില്ലാ കളക്ടറുടെ പേരിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കാനേ വലിയ പാടാ. പകരം ജില്ലാ കളക്ടറുടെ വലം കൈയായിട്ടുള്ള ഒരാൾക്ക് ഒരു അഴിമതിയിലോ
മറ്റു വല്ല ഇല്ലീഗൽ ബിസിനസ്സിലോ പങ്കാളിത്തം ഉള്ളതായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് തെളിയിക്കാൻ പറ്റിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ? ഈ കരയിൽ പിടിച്ചിട്ട മീൻ പോലെ ശാലിനി കിടന്ന് പിടയ്ക്കുന്നത് നിനക്ക് കാണണ്ടേ? കാണണം. അതിനുള്ളൊരു വഴിയാ ഞാൻ ചോദിക്കുന്നത്. പെട്ടെന്നൊന്നും ഊരിപ്പോകാൻ പറ്റാത്ത തരത്തിലുള്ള പൂട്ടായിരിക്കണം ഇനി നമ്മൾ പൂട്ടേണ്ടത്. നമ്മളിവിടെ അനധികൃതമായി മദ്യമുണ്ടാക്കുന്നു എന്നതാണല്ലോ നമുക്കെതിരെ ആരോപിക്കുന്നത്. നമ്മൾ മദ്യമുണ്ടാക്കാൻ പെടാപ്പാടുപെടുന്ന സർക്കാരിന് ഒരു കൈസഹായം ചെയ്യാൻ പോയതാണെന്ന് അവരുണ്ടോ അറിയുന്നു. ബാർ ഉടമകള് വിളിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മദ്യം സർക്കാരിന്റെ ലേബലൊട്ടിച്ച് കൊടുക്കുമ്പോ കിട്ടുന്ന ലാഭം ഓർത്ത് ബാർ ഉടമകൾക്കൊന്നും ഇരിക്കപ്പുറതി വന്നിട്ടില്ല. ചിറ്റപ്പ, പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങാം. കൈ പോയാൽ തലയ്ക്ക് വേദനിക്കും. അപ്പൊ പറ, തല ശാലിനിയാണെങ്കിൽ കൈ ആരാ? സംശയമുണ്ടോ? വിഷ്ണു. അവന്റെ മർമ്മം നോക്കി ഉച്ചയിലായിരിക്കണം ഇനിയുള്ള നമ്മൾ അടി വീഴേണ്ടത്. ശക്തി കൊണ്ട് കീഴടക്കാൻ പറ്റാത്തടത്ത് ബുദ്ധി കൊണ്ട് വീഴ്ത്തണം. മദ്യ കച്ചവടത്തിനെതിരെയല്ലേ അവനും അവന്റെ ഭാര്യയും കൂടി പടപ്പുറപ്പാട് നടത്തുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ആവട്ടെ അവന്റെ നേരെയുള്ള നമ്മളെ ഒടുക്കത്തെ ബ്രഹ്മാസ്ത്രവും. നിങ്ങൾ നോക്കിയോ, ഇതവന്റെ ചങ്കിൽ തറയ്ക്കും. കൊള്ളുന്നത് വിഷ്ണുവിനാണെങ്കിലും തെറിക്കുന്നത് ശാലിനിയുടെ കസേരയായിരിക്കും.